ജീവികളുടെയും DNA ലെങ്ത് എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത് അതിൽ എത്ര ബേസ് പെയറുകൾ കാണപ്പെടുന്നു അല്ലെങ്കിൽ എത്ര ന്യൂക്ലിയോടൈഡുകൾ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ DNA എന്ന് പറയുന്നതാണ് ഒരു ഡബിൾ സ്ട്രാൻഡ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പെയറിംഗ് ആയിട്ട് നമുക്ക് ബേസ് പെയറുകളെ പറയാം. എന്നാൽ RNA കേസിൽ അവിടെ പെയറിംഗ് അല്ല, കാരണം ഒരു സിംഗിൾ സ്ട്രാൻഡ് ആയിട്ടാണ് വരുന്നത്. അവിടെ നമ്മൾ ന്യൂക്ലിയോടൈഡുകളുടെ എണ്ണം ആയിട്ടായിരിക്കും പറയുന്നത്. നമുക്ക് കുറച്ച് ജീവികളുടെ DNA ലെങ്ത് പഠിക്കാനുണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. അപ്പൊ ബേസ് പെയറുകളെ എക്സ്പ്രസ് ചെയ്യുന്നതിനെ BP എന്നാണ് സൂചിപ്പിക്കുന്നത്. ലെങ്ത് ഓഫ് എ DNA ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ് ഓർ ബേസ് പെയർസ്. എക്സാമ്പിൾ നോക്കാനുള്ളത് ബാക്ടീരിയോഫേജ് 5174 ആണെങ്കിൽ അതിലെ ഒരു RNA സ്ട്രക്ചർ ആയിട്ടായിരിക്കും കാണുന്നത്. അത് 5386 ന്യൂക്ലിയോടൈഡുകളായിട്ടാണ് കാണുന്നത്. എന്നാൽ ബാക്ടീരിയോഫേജ് ലാംഡ എന്ന് പറഞ്ഞാൽ അതൊരു DNA ആണ്. എല്ലാ ഇനം വൈറസുകളിലും RNA അല്ല. അപ്പൊ ഇവിടെ നമുക്ക് ബേസ് പെയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. ഇവിടെ നമുക്ക് 48,502 ആണ് ഇവിടുത്തെ ബേസ് പെയർ എന്ന് പറയുന്നത്. ഇനി ഈ കൊളൈ ബാക്ടീരിയ എസ്ചെറീഷ്യ കൊളൈ എന്ന് പറയുന്നതിന്റെ ബേസ് പെയർ 4.6 × 10⁻⁶ ബേസ് പെയർ ആണ്. ഇനി മനുഷ്യരുടെ കേസിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇവിടെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സെല്ലിലാണെങ്കിൽ, ഡിപ്ലോയിഡ് അല്ല ഹാപ്ലോയിഡ് ആണ് എങ്കിൽ 3.3 × 10⁻⁹ ബേസ് പെയർ ആയിരിക്കും. എന്നാൽ അത് ഡിപ്ലോയിഡിലേക്ക് വന്നാൽ നമുക്കറിയാം 46 ക്രോമസോംസിലേക്കാണ് വരുന്നതെങ്കിൽ അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 6.6 × 10⁻⁹ ബേസ് പെയറുകളായിട്ടാണ് കാണപ്പെടുന്നത്. DNA ലെങ്ത് എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത് അതിൽ എത്ര ബേസ് പെയർ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. RNA കേസിലാണെങ്കിൽ നമുക്ക് ബേസ് പെയർ എന്നതിനേക്കാൾ ന്യൂക്ലിയോടൈഡ് എന്ന വേർഡ് ഉപയോഗിക്കും. ഇപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് DNA ലെങ്ത് കണ്ടുപിടിക്കാൻ. ഒരു DNA ലെങ്ത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു DNAയിലുള്ള ടോട്ടൽ എത്ര ബേസ് പെയർ ഉണ്ടെന്ന് നമ്മൾ അറിയണം, അല്ലെ? എത്ര ബേസ് പെയർ ഉണ്ട് എന്നറിഞ്ഞാൽ അതിന് ഇടയിലുള്ള ഡിസ്റ്റൻസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എന്താണ് ഇക്വേഷൻ? നമ്പർ ഓഫ് ബേസ് പെയർ ഇൻടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് നൈട്രജൻ ബേസ്. ഒരു DNAയിലെ നമ്മൾ എങ്ങനെയാണ് ടോട്ടൽ എത്ര ബേസ് പെയറുകളാണ് ഉള്ളത്, ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ എത്രയാണ് ലെങ്ത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ മൾട്ടിപ്പിൾ ചെയ്ത ടോട്ടൽ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. മമേലിയൻ സെല്ലിലുള്ള നമ്പർ ഓഫ് ബേസ് പെയർ ഇത് ഹാപ്ലോയിഡ് അല്ല ഡിപ്ലോയിഡ് ആയിട്ടുള്ളതാണ്. 6.6 × 10⁻⁹ ബേസ് പെയറുകളാണ് ഉള്ളത്. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് നൈട്രജൻ ബേസ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു 0.34 നാനോമീറ്റർ. ഇത് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ മതി. 6.6 × 10⁻⁹ ഇൻറ്റു 0.34 നാനോമീറ്റർ ആയിരുന്നു. അതിന് നമ്മൾ എന്ത് ചെയ്തു? മീറ്ററിലേക്ക് കൊണ്ടുവരാൻ 10⁻⁻9 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ചെയ്തു വരുമ്പോ നമുക്ക് ഇത് ക്യാൻസൽ ആകും, അല്ലെ? ബാക്കി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞ് 2.244 മീറ്റർ എന്ന് കിട്ടും. അതായത് ഏകദേശം ഒരു 2 മീറ്റർ ആണ് മമേലിയൻ സെല്ലിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ 2.2 ആണ് മമേലിയൻ സെല്ലിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് പകരമായിട്ട് ടോട്ടൽ ലെങ്ത് തന്നിട്ട് എത്ര ബേസ് പെയർ ഉണ്ടോ എന്ന് ചോദിക്കാം. അങ്ങനെയാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെങ്ത് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് ലഭിക്കുന്നു? എത്രയാണ് ടോട്ടൽ ബേസ് പെയർ എന്നുള്ളത് കിട്ടുന്നു. DNAയിൽ കാണപ്പെടുന്ന ബേസ് പെയറുകൾ എന്ന് പറയുന്നത് ഓരോ സ്പീഷീസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്പെസിഫിക് ആയിരിക്കും. അപ്പോ എർവിൻ ജർഗാഫ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് അദ്ദേഹം പറയുകയാണ്, ഒരു ആൾക്ക് ലഭിച്ചിരിക്കുന്ന അഡിനീൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ്, അല്ലെ? ഇത് എത്രയാണ് ഉള്ളത് അത്രയും തന്നെ എന്ത് അയാളിൽ കാണപ്പെടുന്നുണ്ട്? അത്രയും തന്നെ അയാൾക്ക് തൈമിൻ എന്ന് പറയുന്ന ഒരു ബേസ് പെയർ കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പൊ അഡിനിൻ ഷുഡ് ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് തൈമിൻ. അതുപോലെ തന്നെ ഗ്വാനിൻ എത്രയാണോ ഒരാൾക്ക് ഉള്ളത് അത്രയും നമ്പർ തന്നെ എന്തും ലഭിച്ചിട്ടുണ്ടാകും? സൈറ്റോസിനും ഉണ്ടാകും. Number of adenine should be equal to the number of thymine and the number of guanine should be equal to the number of cytosine. ഇത് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിരിക്കും.
ചർഗാഫ് ആണ് ഇത് പ്രപ്പോസ് ചെയ്തുകൊണ്ടതിന് ചർഗാഫ് റൂൾ എന്നാണ് വിളിക്കുന്നത്. അയാൾക്ക് ലഭിച്ചിരിക്കുന്ന അഡിനിന്റെ എണ്ണം എന്ന് പറയുന്നത് 13 ആണ്. എന്നാൽ അയാളിൽ എത്ര സൈറ്റോസിൻ ഉണ്ട്? നമുക്ക് ഇവിടെ അഡിനിന്റെ പെർസെന്റേജ് അല്ലെങ്കിൽ എണ്ണത്തിൽ നമുക്ക് 13 എന്ന് എഴുതാം അല്ലെ. ഒരാൾക്ക് ലഭിച്ചിരിക്കുന്ന ബേസ് അഡിനിൻ, തൈമിൻ, പിന്നെ നമ്മൾ പറഞ്ഞു ഗ്വാനിൻ പ്ലസ് സൈറ്റോസിൻ ആണ്. അപ്പൊ ഇവിടെ അഡിനിൻ 13 ആണെങ്കിൽ സ്വാഭാവികമായും തൈമിനും 13 ആണ്. അപ്പൊ ടോട്ടൽ എത്രയാകുന്നു? 26 ആണ്. അപ്പൊ ബാക്കിയുള്ള 100 നിന്ന് 26 പോയാൽ ബാക്കി എത്രയാണോ ഉള്ളത്? എത്രയാണ്? 74. ഈ 74 എന്ന് പറയുന്നതാണ് ഗ്വാനിൻ പ്ലസ് സൈറ്റോസിൻ അല്ലെ. ഇനി 74നെ നമുക്ക് എന്ത് ചെയ്യാം? സൈറ്റോസിൻ കണ്ടുപിടിക്കാൻ അതിനെ 2 ആക്കാം. 37 അല്ലെ. അപ്പൊ സൈറ്റോസിൻ എന്ന് പറയുന്നത് ഇവിടെ 37 ആണ്. അതുപോലെ തന്നെ ഗ്വാനിനും എത്ര തന്നെ വരുന്നു? 37. അപ്പൊ ഇതുപോലെയുള്ള പെർസെന്റേജ് ആയിട്ടോ എണ്ണമായിട്ടോ നമുക്ക് നൈട്രജൻ ബേസുകളെ തന്നിട്ട് ബാക്കിയുള്ളത് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതാണ്.